ദൈവനാമത്തിന് മഹത്വം. ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിക്കുന്ന തിരക്കിലാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. നാം ക്രിസ്മസ് ആശംസകൾ അന്യോന്യം നേരുമ്പോൾ ക്രിസ്മസിൻ്റെ യഥാർത്ഥ സന്ദേശവും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ക്രിസ്മസ്? യേശുവിൻ്റെ ജനനത്തെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമായി ക്രിസ്മസിനെ കണക്കാക്കുന്നു. എന്നാൽ യഥാർത്ഥ ക്രിസ്മസിൻ്റെ അർത്ഥം നാം പലപ്പോഴും മറന്നുപോകുന്നു. യെശയ്യാ പ്രവചനം 9-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമുക്കൊരു യഥാർത്ഥ ക്രിസ്മസ് സന്ദേശം ലഭിക്കുന്നു. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേര് വിളിക്കപ്പെടും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് യെശയ്യാവ് എന്ന പ്രവാചകൻ ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച വാക്കുകളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. യേശു കർത്താവ് ആരാണ്? യേശു കർത്താവ് മറ്റുള്ളവരെ പോലെ ഒരു ശിശുവായി ജനിച്ച് എവിടെയോ ജീവിച്ച് മരിച്ചടക്കപ്പെട്ട ഒരു വ്യക്തിയല്ല. യേശു കർത്താവ് കന്യകയുടെ മകനായി ഈ ലോകത്തിൽ ജനിച്ചു എങ്കിലും യേശു കർത്താവ് ദൈവപുത്രനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം മുതൽ പല ഭാഗങ്ങളിലും ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുന്നത് കാണുവാൻ കഴിയും. യേശു കർത്താവ് കന്യയുടെ മകനായി ഈ ലോകത്തിൽ ജനിച്ചു എങ്കിലും ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുന്നു അവൻ ദൈവപുത്രനാണ്. യേശു കർത്താവിൻ്റെ സ്നാനത്തിൻ്റെ സമയത്ത് സ്വർഗത്തിൽ നിന്നും ഒരു അശരീരി ഉണ്ടായത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശു ദൈവപുത്രനാണ്. ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് എന്താണ് ക്രിസ്മസ് സന്ദേശമായി ലഭിക്കുന്നത്? യേശു കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കുന്നു. ദൈവത്തിൻ്റെ വചനം വ്യക്തമായി നമ്മോട് സംസാരിക്കുന്ന വാക്കുകൾ, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അങ്ങനെയെങ്കിൽ യേശു കർത്താവിൻ്റെ ജനനത്തെ നാം ആഘോഷിക്കുന്നത് കൊണ്ട് ക്രിസ്മസ് ആകുന്നില്ല. യേശു നമ്മിൽ ജനിക്കണം, യേശു നമ്മിൽ ജീവിക്കണം, നാം യേശുവിനോടൊപ്പം ജീവിക്കണം, യേശു നമ്മിൽ വളരണം. യേശു കർത്താവ് ഒരു ശിശുവായി കാണുന്ന ആ കാഴ്ചപ്പാട് മാറിക്കൊണ്ട് യേശു നമ്മിൽ ജീവിക്കുന്നവനായി തീരട്ടെ. യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, രാജാതിരാജാവായി നമ്മെ ചേർക്കാൻ വരുന്നു. ഹാപ്പി ക്രിസ്മസ്. ഗോഡ് ബ്ലസ് യു.